മക്കളെ, ഇന്ന് നാം CBSE 9th മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോ ചെറിയ ഏകദേശം ഹാഫ് ആൻ അവർ വീതമുള്ള ചെറിയ ചെറിയ സെഷനുകളായിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ളവർക്കും അത് മാത്തമാറ്റിക്സ് ടഫായ കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടത്തക്ക വിധത്തിൽ ആണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. സിമ്പിളായി സാവധാനത്തിൽ മാത്രമേ നാം ക്ലാസ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഡൗട്ടുകൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ ലളിത ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാപ്റ്ററിലെ കണ്ടന്റിനെ ഫസ്റ്റ് ചാപ്റ്ററിലെ കണ്ടന്റിനെ നമ്മൾ 5 പാർട്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഇതുവരെ പഠിച്ച നമ്പേഴ്സിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. അതിൽ റേഷണൽ നമ്പേഴ്സും ഉൾപ്പെടുന്നുണ്ട്. പിന്നീട് ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന പുതിയ ഒരു നമ്പർ ടൈപ്പ് നമ്പേഴ്സിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. റിയൽ നമ്പേഴ്സ് എന്താണെന്നും അവരുടെ ഡെസിമൽ എക്സ്പാൻഷനും പരിചയപ്പെടുന്നുണ്ട്. കൂടാതെ ഈ റിയൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. പിന്നീട് ലോസ് ഓഫ് എക്സ്പെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലോസ് ഓഫ് എക്സ്പെൻസ് ആണ് പിന്നീടുള്ള ഡിസ്കഷൻ. ലാസ്റ്റ് നമ്മൾ സമ്മറിയും കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പാർട്ടിലൂടെ നമ്മൾ ഓരോ ക്ലാസ്സുകളായി കൈകാര്യം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നാം ഇതുവരെ പഠിച്ച നമ്പേഴ്സിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. ഒരു നമ്പർ ലൈൻ വരയ്ക്കാനും അതിൽ നമ്മൾ പഠിച്ച നമ്പേഴ്സിനെ അതിലെ മാർക്ക് ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിലെ ഈ നമ്പർ ലൈനിൽ ഏകദേശം മിഡിലായിട്ട് നമ്മൾ 0 അടയാളപ്പെടുത്തുന്നു. ഒരു ലൈനിന്റെ മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കാൻ സാധിക്കില്ലെങ്കിലും നാം വരച്ച പാർട്ടിൽ അതിന്റെ ഏകദേശം മിഡ് പോയിന്റ് ആയിട്ട് നമ്മൾ 0 അടയാളപ്പെടുത്തുന്നു. അതിന്റെ പോസിറ്റീവ് സൈഡ് അതിന്റെ റൈറ്റ് സൈഡിലേക്കും നെഗറ്റീവ് സൈഡ് അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുമായിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്താറ്, അല്ലേ? നമ്മൾ നോക്കൂ, നിങ്ങൾ ഈ നമ്പർ ലൈനിലൂടെ നടക്കുകയാണെങ്കിൽ നടക്കാൻ സാധിക്കില്ല. ഒന്ന് ഇമാജിൻ ചെയ്യും. നിങ്ങൾ ഒരു വേഗ് എടുത്തുകൊണ്ട് ഈ നമ്പർ ലൈനിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം 1, 2, 3 തുടങ്ങിയ കൗണ്ടിങ് നമ്പേഴ്സിനെ പിക്ക് ചെയ്യുകയാണെന്നിരിക്കും. ആ ബാഗിൽ എടുത്തിടുകയാണെങ്കിൽ ഈ നമ്പേഴ്സിന്റെ കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെയാണ് നിങ്ങൾ എന്ത് പഠിച്ചിരിക്കുന്നത്? കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു, അല്ലേ? ഏറ്റവും മുൻപായി നിങ്ങൾ പഠിച്ച നമ്പേഴ്സ് ആണിത്. കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്. ആ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനെ നമ്മൾ സൂചിപ്പിക്കുന്ന സിമ്പിൾ ആണ് n എന്ന് പറയുന്നത്. ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N denote the collection of natural numbers. Clear? അപ്പോൾ ഈ 1, 2, 3, 4 etc. ഇതിന്റെ ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എവിടെയാണ് ഇതിന്റെ ലാസ്റ്റ് നാച്ചുറൽ നമ്പർ ഏതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ലാസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത് ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടുപോവുകയാണ്, അല്ലേ? നമുക്ക് ഇൻഫിനിറ്റി എന്നൊക്കെ പറയാം. ലാസ്റ്റ് നമ്മൾ ഏതൊരു നമ്പർ പറഞ്ഞാലും അതിനോട് 1 ആഡ് ചെയ്താൽ നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ ആയി. അതുകൊണ്ട് ഇത് അവസാനിക്കാത്ത ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ നാച്ചുറൽ നമ്പർ ഏതാണെന്ന് പറയാൻ സാധിക്കില്ല. ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ 1 ആണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ? ഇനി നെക്സ്റ്റ് നിങ്ങൾ ഈ നമ്പർ ലൈനിലൂടെ 1, 2, 3, 4 etc. എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ കളക്ട് ചെയ്തിട്ടതിന് ശേഷം ആ പേരിലേക്ക് നിങ്ങൾ 0 കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ 0 കൂടി, അതായത് ഈ കളക്ഷനോട് കൂടി 0 കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ നമ്പേഴ്സിന്റെ കളക്ഷനെയാണ് നാം എന്ത് പഠിച്ചത്? ഓർക്കും മക്കളെ, എന്തായിരുന്നു അതിനെ നമ്മൾ പേര് പറഞ്ഞത്? ഏറ്റവും ചെറിയ നമ്പർ 0, ലാസ്റ്റ് നമ്പർ നമുക്ക് അറിയില്ല. ഇത്തരം കളക്ഷനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. W എന്ന സിമ്പിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ? W represents the collection of whole numbers start from 0, അല്ലേ? അപ്പൊ 0 ആണ് ഏറ്റവും ചെറിയ ഹോൾ നമ്പർ. നാച്ചുറൽ നമ്പറും 0 കൂടി ചേരുമ്പോഴാണ് ഹോൾ നമ്പർ എന്ന കളക്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇതോടൊപ്പം ഇവിടെ ഈ ഒരു ചിത്രം നമുക്ക് ഇമേജിൻ ചെയ്യാം. ആ ചിത്രം ഇമേജ് ചെയ്യാം. നിങ്ങൾ കളക്ട് ചെയ്തത് നാച്ചുറൽ നമ്പറിനെയാണ്. ഞാൻ ആ പേരിനെ എങ്ങനെ സൂചിപ്പിക്കുകയാണെങ്കിൽ n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് 1, 2 etc. കൗണ്ടിങ് നമ്പേഴ്സ്.
ഇതാണ് n എന്ന് പറയുന്ന സെറ്റ്. ക്ലിയർ? കളക്ഷൻ. ഇനി നമ്മൾ ഇതിനോട് കൂടി സീറോയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ, സീറോ എന്ന നമ്പറും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ഈ ബാഗ് എന്തായി? സീറോയും നാച്ചുറൽ നമ്പേഴ്സും ഉൾപ്പെടുന്ന കളക്ഷനെയാണ് നമ്മൾ ഹോൾ നമ്പർ കളക്ഷൻ, ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? അതുവരെയാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ സീറോ എടുത്തതിന് ശേഷം ബാക്കിലേക്ക് നടന്നു. നമ്പർ ലൈനിലൂടെ ബാക്കിലേക്ക് നടന്ന് ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒക്കെ നെഗറ്റീവ് നമ്പേഴ്സിനെയും നമ്മൾ പിക്ക് ചെയ്തു. അതായത് -1, -2 എക്സെട്ര. അങ്ങനെ ആ നെഗറ്റീവ് നമ്പേഴ്സിനെയും കൂടി പിക്ക് ചെയ്ത് ബാഗിലേക്ക് ഇട്ടു എന്ന് വിചാരിക്കുക. എങ്കിൽ നമ്മുടെ കളക്ഷൻ എന്തായി മാറി? ഇവിടെ ഏറ്റവും ചെറിയ ഇതായിട്ട് ലെഫ്റ്റിൽ ഏറ്റവും അവസാനിക്കുന്നത് ഏതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. നമ്മുടെ -2, -1, 0, 1, 2, 3 എക്സെട്ര. ഓക്കെ, ഇതിലുള്ള ഈ നമ്പേഴ്സ് എല്ലാ ഹോൾ നമ്പേഴ്സും എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? -1, -2, -3 തുടങ്ങി ലെഫ്റ്റിലേക്ക് പോകുന്നതോറും സൈസ് ചെറുതായി വരികയാണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലെ? അങ്ങനെ ആ നമ്പേഴ്സിനെയും കൂടി കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ആ കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു എന്തായിരുന്നു? ഓർത്ത് നോക്കൂ മക്കളെ, എന്തായിരുന്നു നമ്മൾ അതിന് പഠിച്ച പേര്? 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇന്റിജേഴ്സ്. എന്തായിരുന്നു? ഇന്റിജേഴ്സ്. ആ ഇന്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ ഒരു ലെറ്റർ ആൽഫബറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ക്യാപിറ്റൽ Z ആണ്. ഇന്റിജേഴ്സിനെ ക്യാപിറ്റൽ Z എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എങ്കിൽ ഇതെല്ലാം കളക്റ്റീവ് ബാഗിലിട്ട് നോക്കുമ്പോൾ വീണ്ടും ആ നമ്പർ ലൈനിൽ കുറേ അധികം നമ്പേഴ്സ്, നമുക്ക് മുഴുവൻ നാച്ചുറൽ നമ്പേഴ്സിനെ എടുത്തില്ലെങ്കിൽ പോലും നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്ത ഈ ലൈൻ സെഗ്മെന്റിലെ അടയാളപ്പെടുത്തിയ നാച്ചുറൽ നമ്പേഴ്സിനെ മുഴുവൻ കളക്ട് ചെയ്തു. അതുപോലെ സീറോയെ കളക്ട് ചെയ്തു, നെഗറ്റീവ് നമ്പേഴ്സിനെയും ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം നോക്കുമ്പോഴും ഇതിന്റെ ഇടയിൽ ധാരാളം നമ്പേഴ്സ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോഴാണ് നമ്മൾ ഓർത്തത്, നമ്മൾ ഫ്രാക്ഷൻസിനെ ഉൾപ്പെടുത്തിയില്ലല്ലോ ഇതിൽ. അതായത് സീറോയിലും 1നും ഇടയ്ക്ക് കൃത്യം മിഡ് പോയിന്റ് ആയിട്ട് നമുക്ക് 1/2 എന്ന നമ്പർ ഉണ്ടായിട്ട് നമുക്കറിയാം. ഇതേപോലെ 3/4, 1/4 അല്ലെ? ഇവിടെ ഈ 1ന്റെയും 2ന്റെയും മിഡിലായിട്ട് എന്ത് നമ്പർ ഉണ്ട്? 3/2 അല്ലെ? 1.5. ഇങ്ങനെ ഇതിന്റെ ഇടയിലൊക്കെ ഫ്രാക്ഷൻസ് ഉണ്ട്. എല്ലാം കുറേയധികം ഫ്രാക്ഷൻസ്, 10/8 അല്ലെങ്കിൽ 10/3, അങ്ങനെ കുറേയധികം ഫ്രാക്ഷൻസ് ഇതിനുള്ളിൽ കിടക്കുന്നുണ്ട്. ഈ ഫ്രാക്ഷൻസിനെ എല്ലാം കളക്ട് ചെയ്തു നമ്മൾ. ഇതിനോട് കൂടി ആ ബാഗിലേക്ക് നമ്മൾ പെറുക്കിയിടുക എന്ന് വിചാരിക്കാം. ഇതിനോട് കൂടി എല്ലാ ഫ്രാക്ഷൻസിനെയും ഇട്ടു. ഈ ഫ്രാക്ഷൻസിനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഇതിന്റെ ഈ കളക്ഷൻ നമ്മൾ ഫ്രാക്ഷൻസിനെ ഏത് ഫോമിൽ എഴുതാൻ സാധിക്കും? P/Q ഫോമിൽ എഴുതാൻ സാധിക്കും അല്ലെ? ഫ്രാക്ഷൻസിനെ P/Q ഫോമിൽ എഴുതാൻ സാധിക്കും. P യും Q not equal to 0. ഓക്കെ, Q not equal to 0, P, Q are പോസിറ്റീവ് ഇന്റീജേഴ്സ്. ഇങ്ങനെയല്ലേ ഫ്രാക്ഷൻസ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിരിക്കുന്നത്? അപ്പോൾ ഫ്രാക്ഷൻസിനെ എടുത്ത് കൂടാതെ നമ്മൾ ഈ ഫ്രാക്ഷൻസിന്റെ ഒക്കെ ഇമേജ് ഇപ്പൊ ഉണ്ടാവും സീറോന്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലേ? നമുക്ക് ഇപ്പോഴേ ഉദാഹരണത്തിന് ഒരു 3/4 കിലോമീറ്റർ റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമ്മൾ പോസിറ്റീവ് 3/4 എന്ന് എഴുതും. എന്നാൽ 3/4 കിലോമീറ്റർ ബാക്കിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഡിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യും? അപ്പോഴാണ് ബാക്കിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോസിറ്റീവ് ആവുമ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാക്കിലേക്ക് നമ്മൾ -3/4 എന്ന് നോട്ട് ചെയ്യും. ഡിസ്റ്റൻസ് മാറുന്നില്ല, 3/4 കിലോമീറ്റർ തന്നെ, അല്ലെങ്കിൽ 3/4 മീറ്റർ, 3/4 സെന്റിമീറ്റർ, എത്രയോ ആയിക്കോട്ടെ, യൂണിറ്റ് ഏതും ആയിക്കോട്ടെ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ പോസിറ്റീവ് 3/4 ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് 3/4 തന്നെ പറയാൻ സാധിക്കുമോ? എങ്കിൽ നമുക്ക് എങ്ങനെയും അത് നമുക്ക് മനസ്സിലാവണം. എന്തുകൊണ്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈൻ, നെഗറ്റീവ് എന്ന സൈനിന്റെ ആവശ്യം അവിടെ വന്നത്? അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള ആ ഫ്രാക്ഷൻസിന്റെ ഒക്കെ നെഗറ്റീവിനെയും നമ്മൾ കളക്ട് ചെയ്തു ബാഗിലിട്ടു എന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ നമ്മുടെ ബാഗിലുള്ളത് എല്ലാ 7 നമ്പേഴ്സ് ഇന്റീജേഴ്സും ഉണ്ട്. കൂടാതെ ഫ്രാക്ഷൻസ് P/Q ഫോമിലുള്ള എല്ലാ ഫ്രാക്ഷണൽ ഫോമിലുള്ള എല്ലാ നമ്പേഴ്സും നമ്മുടെ ഇതിലുണ്ട് അല്ലേ? സീറോയും ഇതിലൊക്കെ ഇതിൽ പറയുന്ന നമുക്ക് എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്ത് സാധിക്കും?
പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ സാധിക്കും. ഉറപ്പല്ലേ? അതായത് 0 എന്ന് പറയുന്നത് 0/1 ക്യൂ. ഇതാണ് ഇതിൽ പി എന്ന് പറയുന്നത് 0, ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. ക്യൂ നോട്ട് ഈക്വൽ ടു 0. ക്ലിയർ? അപ്പൊ ഫ്രാക്ഷണൽ ഫോം ആണത്. ക്ലിയർ? അതേപോലെ നമുക്ക് 2 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4/2 എന്ന് എഴുതാം. ഇത് പി ബൈ ക്യൂ ഫോം ആണ്, ഫ്രാക്ഷൻ ഫോം ആണ്, അല്ലേ? അങ്ങനെ ഈ നമ്പേഴ്സിനെ എല്ലാം നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ സാധിക്കും. കൂടാതെ നമ്മൾ എല്ലാ ഫ്രാക്ഷൻസിനെയും പ്രോപ്പറോ ഇംപ്രോപ്പറോ എല്ലാ ഫ്രാക്ഷൻസിനെയും അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്രാക്ഷൻസിന്റെ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിനെയും നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കളക്ഷനെ ഇങ്ങനെ കൊടുക്കാം. പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും. എന്ത് കണ്ടീഷൻ? Q not equal to 0. Q not equal to 0. കൂടാതെ P യും Q യും എന്തായിരിക്കണം? P and Q എന്തായിരിക്കണം? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, അല്ലേ? അതായത് ഇൻറ്റീജേഴ്സ് എന്ന് മാത്രം നമുക്ക് കൊടുത്താൽ മതി. P, Q are integers. ക്ലിയർ? അപ്പൊ ഇത്തരം കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. റാഷണൽ നമ്പർ അതായത് ക്വോഷ്യന്റ് ഫോമിൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ സാധിക്കുന്ന ക്യൂ നോട്ട് ഈക്വൽ ടു 0, പി ആൻഡ് ക്യൂ ആർ ഇന്റീജേഴ്സ് എന്ന ഫോമിൽ എഴുതാൻ സാധിക്കുന്ന എല്ലാ നമ്പറും ചേർത്ത് നമ്മൾ ആ കണക്ഷനെ ഒറ്റ പേരിട്ട് വിളിക്കുകയാണ്. എന്താണ് പേര്? റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ? അത്രയേ ഉള്ളൂ. റാഷണൽ നമ്പേഴ്സ് എന്ന് കേട്ടാൽ ഉടനെ പറയണം പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ സാധിക്കുന്ന നമ്പേഴ്സ്, അല്ലേ? ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമിൽ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. എന്തുകൊണ്ടത് ഡിനോമിനേറ്റർ ക്യൂ 0 ആവാൻ സാധിക്കില്ല എന്ന് പറയുന്നത്? 0 കൊണ്ടുള്ള ഡിവിഷൻ നമുക്ക് നോട്ട് ഡിഫൈൻഡ് ആണ്. ശരിയല്ലേ? എന്താണ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ഏത് നമ്പർ ഇട്ടാലും അതിനെ 0 കൊണ്ട് ക്രോസ് ആയിട്ട് ഈ നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്റർ കിട്ടില്ല. അങ്ങനെ കിട്ടണമെന്നാണ് നമ്മുടെ നിയമം, അല്ലേ? നമ്മൾ ഒരു നമ്പറിനെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ആയിരിക്കണം എന്നൊരു നിയമമുണ്ട്. അങ്ങനെയാണെങ്കിൽ x into 0, x multiplied with 0 not equal to 1 എന്ന് വരും. അതായത് ഇങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യണില്ല എന്നർത്ഥം. x എന്ന നമ്പർ എക്സിസ്റ്റ് ചെയ്യണില്ല. അതാണ് നമ്മൾ 0 കൊണ്ട് ഡിവിഷൻ സാധ്യമല്ല എന്ന് പറയാൻ കാരണം. മനസ്സിലായല്ലോ? അതായത് Q not equal to 0 എന്ന കണ്ടീഷൻ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ റേഷണൽ നമ്പേഴ്സ് എന്താണ്? പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ സാധിക്കുന്ന Q not equal to 0 ആയ പിയും ക്യൂവും ഇന്റീജേഴ്സ് ആയ നമ്പേഴ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ്. Q എന്ന ലെറ്റർ Q എന്ന് പറയാൻ എന്താ കാരണം? Q എന്ന് പറയാൻ ക്വോഷ്യന്റ് പി ബൈ ക്യൂ ക്വോഷ്യന്റ് എന്നുള്ള ഇതിൽ നിന്നാണ് Q എന്ന ആൽഫബറ്റ് അവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ എടുത്ത ഈ കളക്ഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ ഹോൾ നമ്പേഴ്സ് വരെയാണ് എഴുതിയത്. അതിൽ നെഗറ്റീവും ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒക്കെ നെഗറ്റീവും, എക്സാമ്പിൾ ആയിട്ട് -3, -100, -5 അങ്ങനെ ഏതെങ്കിലും കുറച്ച് നമ്പേഴ്സ് ഉൾപ്പെട്ടു. അപ്പോഴാണ് നമ്മുടെ പേര് വന്നത്. എന്ത് പേര് വന്നത്? പി ബൈ ക്യൂ ഫോമിലുള്ള ഫ്രാക്ഷൻസ്. അതുപോലെ ഇത് എല്ലാം കൂടി ഉൾപ്പെട്ടപ്പോഴാണ് ഇതിനെ ഇന്റീജേഴ്സ് എന്ന സെറ്റ് വന്നത്. ഫ്രാക്ഷൻസ് ഇല്ല മക്കളെ. നാച്ചുറൽ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ നെഗറ്റീവ്, അല്ലേ, അതുകൂടി ഉൾപ്പെട്ടപ്പോഴാണ് നമ്മൾ ഇന്റീജേഴ്സ് എന്നുള്ള സെറ്റ് വന്നത്. ആ ഇന്റീജേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ഇന്റീജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് Z ആണ്. Z എന്നുള്ള കളക്ഷൻ വന്നത്. മനസ്സിലായില്ലേ? ഇനി ഒരു കളക്ഷനും കൂടി പഠിച്ചു, റാഷണൽ നമ്പേഴ്സ്. അതായത് നമുക്ക് ചിത്രം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാം. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റിൽ ഇതിനെ കൂടാതെ ഈ Z എന്ന് പറയുന്ന ഈ ഇന്റീജേഴ്സിന്റെ കൂടെ ആര് വന്നു? പി ബൈ ക്യൂ ഫോമിലുള്ള എല്ലാ നമ്പേഴ്സും കൂടി ഉൾപ്പെട്ടു. പി ബൈ ക്യൂ നോട്ട് ഈക്വൽ ടു 0. പിയും ക്യൂവും ഇന്റീജേഴ്സ്. അതായത് എക്സാമ്പിൾ 1/2, -3/4, അല്ലെ? ഏതെങ്കിലും എക്സാമ്പിളുകൾ കുറച്ച് കൊടുക്കുക. അതായത് 5/7. അതായത് പോസിറ്റീവ് ഫ്രാക്ഷൻസും അത്
അതിന്റെ നെഗറ്റീവ്സും കൂടി ഉൾപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം നമുക്ക് PBQ ഫോമിൽ എഴുതാൻ സാധിക്കും. റേഷണൽ നമ്പർ, ഈ നമ്പേഴ്സിനെ എല്ലാം ഇന്റീജേഴ്സ് വരെയുള്ള എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് PBQ ഫോമിൽ എഴുതാൻ സാധിക്കും. അതുകൂടാതെ മറ്റുള്ള PBQ ഫോമിലുള്ള മറ്റ് നമ്പേഴ്സും കൂടി ആ കളക്ഷനോട് ചേർന്നപ്പോഴാണ് നമ്മുടെ ഏത് നമ്പേഴ്സിന്റെ കൂട്ടം വന്നത്? റേഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആയത്. റേഷണൽ നമ്പേഴ്സിനെയാണ് നമ്മൾ Q എന്ന ലെറ്റർ കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ മക്കളെ നോക്കൂ, നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം എന്താണ്? Q ആണ്. Qവിൽ ഉൾപ്പെടും. കാരണം ഈ വലിയ ബാഗിന്റെ ഉള്ളിലാണ് ഇവരെല്ലാം ഇരിക്കുന്നത്. every natural number is a rational number. Every natural number is a rational number. Every natural number is an integer. Every natural number is a member of whole numbers. Clear? അതായത് നാച്ചുറൽ നമ്പർ ഈ കളക്ഷനിലും പെടും, എല്ലാ കളക്ഷനിലും നാച്ചുറൽ നമ്പേഴ്സ് പെടും. ഹോൾ നമ്പേഴ്സ് 0 എന്നുള്ളത് ഹോൾ നമ്പർ സെറ്റിൽ പെടും, അതുപോലെ ഇന്റീജേഴ്സിൽ പെടും, അതുപോലെ റേഷണൽ നമ്പർ സെറ്റിലും ഉൾപ്പെടും. എന്നാൽ തിരിച്ചു ചോദിക്കട്ടെ, എല്ലാ റേഷണൽ നമ്പറും നാച്ചുറൽ നമ്പർ ആണോ? അല്ലെ? ഈ ചിത്രം നിങ്ങൾക്ക് ഇമേജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. എല്ലാ റേഷണൽ നമ്പറും, എല്ലാ റേഷണൽ നമ്പറും PBQ ഫോമിൽ എഴുതാൻ സാധിക്കുന്ന എല്ലാ നമ്പേഴ്സും നാച്ചുറൽ നമ്പർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ലല്ലോ. 1/2 ഒന്നും നാച്ചുറൽ നമ്പർ അല്ല, അല്ലേ? 1/2, 3/4 ഇതൊന്നും നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ 1, 2, 3 എക്സെട്ര ഇങ്ങനെ എഴുതാൻ സാധിക്കുന്ന 5/5, 6/6, 12/2 ഇത്തരം നാച്ചുറൽ അങ്ങനെ ആക്കാൻ സാധിക്കുന്ന നമ്പേഴ്സ് മാത്രമേ ഒരു പാർട്ട് മാത്രമാണ്. ഈ റേഷണൽ നമ്പറിന്റെ ഒരു പാർട്ട് മാത്രമാണ് നാച്ചുറൽ നമ്പേഴ്സ്. റേഷണൽ നമ്പേഴ്സിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഹോൾ നമ്പേഴ്സിന്റെ കളക്ഷൻ, അല്ലെ? തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്നാൽ ഇവിടെ നിന്ന് ഈ നമ്പേഴ്സ് ഒക്കെ റേഷണൽ നമ്പർ ആണ്, പക്ഷെ അവിടെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ ഇന്റീജേഴ്സും നാച്ചുറൽ നമ്പർ അല്ല, എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പർ അല്ല, അല്ലെ? എല്ലാ ഹോൾ നമ്പേഴ്സും റേഷണൽ നമ്പർ ആണ്, പക്ഷെ എല്ലാ റേഷണൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് അല്ല. ചിന്തിക്കുക കേട്ടോ. ചിത്രം ഇമേജ് ചെയ്ത് ചിന്തിക്കുക, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിളുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. നമ്മൾ നമ്പർ ലൈനിൽ പോസിറ്റീവ് സൈഡിൽ എഴുതുന്ന കൗണ്ടിങ് നമ്പേഴ്സ്, അതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? മലയാളത്തിൽ എണ്ണൽ സംഖ്യകൾ, നിസർഗ സംഖ്യകൾ എന്നൊക്കെ പറയും. അതിന് നിങ്ങൾക്ക് നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര എന്ന കളക്ഷൻ ആണ്. അതിന്റെ കൂടെ 0യും കൂടി ചേരുമ്പോഴാണ് ഹോൾ നമ്പർ സെറ്റ് ഉണ്ടാവുന്നത്. കളക്ഷൻ ഓഫ് 0, 1, 2, 3 എക്സെട്ര ഈ സെറ്റിനെയാണ് ഹോൾ നമ്പർ, അതായത് W കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ്, അതിലെ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒക്കെ നെഗറ്റീവ് കൂടി ഉൾപ്പെടുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ ഇന്റീജേഴ്സിന്റെ കളക്ഷൻ ഉണ്ടാവുന്നത്. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, അതിലൂടെ നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ നെഗറ്റീവ് കൂടി ആ കളക്ഷനിൽ വരുമ്പോഴാണ് ഇന്റീജേഴ്സ് എന്ന കളക്ഷൻ ഉണ്ടാവുന്നത്. ഈ ഇന്റീജേഴ്സിന്റെ കൂടെ PBQ ഫോമിൽ എഴുതാൻ സാധിക്കുന്ന എല്ലാ നമ്പേഴ്സും കൂടി ഉൾപ്പെടുമ്പോൾ ഇത് കൂടാതെയുള്ള PBQ ഫോമിൽ എഴുതാൻ സാധിക്കുന്ന നമ്പേഴ്സ്, ഇവരെയൊക്കെ PBQ ഫോമിൽ എഴുതാൻ സാധിക്കും. ഇത് കൂടാതെ കുറച്ച് നമ്പറുകളെയും കൂടി PBQ ഫോമിൽ എഴുതാൻ സാധിക്കുന്നതുണ്ട്, അല്ലേ? ഫ്രാക്ഷൻസും അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ സാധിക്കുന്ന എല്ലാ നമ്പേഴ്സിനെയും കൂടി ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ മക്കളെ? അങ്ങനെ ഈ റേഷണൽ നമ്പേഴ്സ് കഴിഞ്ഞ് ഇതെല്ലാം ഇതിൽ നിന്ന് പിക്ക് ചെയ്തെടുത്ത് നോക്കുമ്പോഴും അവിടെ വീണ്ടും നമ്പേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക്. ഈ നമ്പർ ലൈനിൽ ഈ നമ്പേഴ്സിനെ എല്ലാം എടുത്ത് കളക്ഷൻ ബാഗിൽ ഇട്ടുവെങ്കിലും നിങ്ങൾക്ക് വീണ്ടും അവിടെ നമ്പേഴ്സ് കാണാൻ സാധിക്കും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ്. ക്ലിയർ? ആ നമ്പേഴ്സ് ആരാണ് എന്നാണ് നിങ്ങൾ ഇക്കൊല്ലം പുതുതായി പഠിക്കുന്ന നമ്പേഴ്സ് ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ആ ഇറേഷണൽ നമ്പേഴ്സ് കൂടി ഉൾപ്പെടുമ്പോഴാണ് നമ്മുടെ ഏത് സെറ്റ്, ആ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് റിയൽ നമ്പർ സെറ്റ് ആകുന്നത്. ഇതാണ് റിയൽ നമ്പർ. എല്ലാ റേഷണൽ നമ്പേഴ്സും കൂടാതെ നമുക്ക് ഇവിടെ ഇറേഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഇറേഷണൽ നമ്പേഴ്സിന് ജസ്റ്റ് ഞാൻ ആ പാർട്ട് എടുക്കുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ പറയാം.
എക്സാമ്പിൾ √2, √3, √5. ക്ലിയർ? അതുപോലെ നമുക്ക് √4 സാധിക്കില്ല, കാരണം √4 എന്നുള്ളത് +2 ആണ്. അതുകൊണ്ട് നമുക്ക് അത് എഴുതാൻ സാധിക്കില്ല. ഇതുപോലെ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ടുകൾ റാഡിക്കൽ ചിഹ്നത്തിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ആ സ്ക്വയർ റൂട്ടുകൾ എല്ലാം ഇറാഷണൽ നമ്പേഴ്സിൽ വിടും. കൂടാതെ പൈ എന്ന നമ്പർ നിങ്ങൾ സർക്കിളുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ആ സെക്ഷൻ പറയുമ്പോൾ കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ നമ്മള് ഇക്കൊല്ലം പഠിക്കുന്നത് 10th വരെ നിങ്ങൾ പഠിക്കുന്നത് റിയൽ നമ്പർ സെറ്റിനെയാണ് പരിചയപ്പെടുന്നത്. നമ്മള് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റീജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സിന്റെയും ഇറാഷണൽ നമ്പേഴ്സിന്റെയും മൊത്തം കളക്ഷനാണ് റിയൽ നമ്പേഴ്സ് പറയുന്നത്. ഇവരുടെ ഓപ്പറേഷൻസും നാം മുമ്പ് പറഞ്ഞ പോലെ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കുന്നത് റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ പുതുതായിട്ട് ആണെന്ന് പറഞ്ഞാൽ 2 റേഷണൽ നമ്പേഴ്സിന്റെ ഇടയ്ക്കുള്ള മറ്റു റേഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സസൈസിലുണ്ട്. 1.1-ൽ എക്സസൈസ് 1.1-ൽ ആ ഒരു പാർട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മക്കളെ, നമ്മൾ എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും 2 റേഷണൽ നമ്പേഴ്സിന്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യപ്പെട്ട അത്രയും റേഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ക്ലിയർ? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 1-നും 2-നും ഇടയ്ക്ക് ഒരു 6 റേഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? അത് ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. എന്നാൽ 1/2-നും 1/3-ക്കും ഇടയ്ക്ക് ഒരു 7 റേഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. -5/6-നും -3/8-നും ഇടയിൽ കുറച്ച് എത്രയാണോ പറഞ്ഞത് അത്ര റേഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഇത്തരം പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ 2 മെത്തേഡിൽ കൂടിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് 1 എന്ന് പറയുന്നത് മെത്തേഡ് 1 മക്കളെ എക്സും വൈയും ഒരു 2 റേഷണൽ നമ്പേഴ്സ് ആണ്. എക്സും വൈയും 2 റേഷണൽ നമ്പേഴ്സ് ആണ്. റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? p/q ഫോമിൽ എഴുതാൻ സാധിക്കുന്ന പിയും ക്യൂവും ഇന്റീജേഴ്സ് ആയ q not equal to 0 ആയ അല്ലെ p/q ഫോമിൽ എഴുതാൻ സാധിക്കുന്നതും q not equal to 0 എന്നും പിയും ക്യൂവും ഇന്റീജേഴ്സും. ഇത് എപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ. ഇന്റീജേഴ്സ് ഇതാണ് നമ്മുടെ റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ. നമ്പേഴ്സ് അതാണ്. നമുക്ക് ചോദ്യം എക്സ് വൈ എന്നുള്ളത് ഈ രൂപത്തിൽ എഴുതാൻ സാധിക്കുന്ന 2 നമ്പേഴ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൃത്യം മിഡ് പോയിന്റ് ആയിട്ട് മിഡ് നമ്പർ ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഏതാണ്? ഇത് രണ്ടും കൂടി ഏഡ് ചെയ്യാം. x+y ഡിവൈഡഡ് ബൈ 2 ഇതിന്റെ കൃത്യം മധ്യത്തിലായിട്ട് വരും. എക്സിനും വൈനും കൃത്യമധ്യത്തിൽ അല്ലേ? അപ്പൊ ആ മിഡിൽ നമ്പർ x+y/2 രണ്ടിന്റെയും ആവറേജ് കാണാൻ നമുക്കറിയാം. സം ബൈ ടോട്ടൽ നമ്പർ. 2 നമ്പേഴ്സിന്റെ ആവറേജ് കാണാൻ ആ 2 നമ്പറും ആഡ് ചെയ്യാം. എന്നിട്ട് എത്ര എണ്ണം ഉണ്ടോ ആ 2 എണ്ണം 2 ഡിവൈഡ് ചെയ്യാം. ആവറേജ് ഇതിന്റെ കൃത്യം മിഡിലായിട്ട് വരും. അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1-നും 2-നും ഇടയിൽ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. 1+2/2 അതായത് 3/2 എന്ന് വരും. 3/2 ക്ലിയർ? 1-നും 2-നും ഇടയിലാണ് 3/2. ഇനി വീണ്ടും കൂടുതൽ നമ്പേഴ്സ് ചോദിക്കുമ്പോൾ അതിലൂടെ കോംപ്ലിക്കേഷൻ ആയി അല്ലേ? ഇതിന്റെ കൃത്യം കഴിവില്ല, ഈ രണ്ടാമത്തിന്റെ കഴിവില്ല. കണ്ടുപിടിക്കാൻ പറ്റും 1-ഉം 3/2 കൂട്ടി ആഡ് ചെയ്ത് അതിന്റെ ഹാഫ് കാണാം. ഇതിനും മധ്യത്തിൽ കൃത്യം കഴിവ് കാണാൻ ഈ 3/2-ഉം 2-ഉം ആഡ് ചെയ്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് നമുക്ക് തുടരാൻ സാധിക്കും. മനസ്സിലായല്ലോ? അതായത് നമുക്ക് ഏത് നമ്പർ പറഞ്ഞാലും അതിന്റെ ഇടയിലുള്ള കൃത്യം ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഒരു നമ്പർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഉദാഹരണത്തിന് 1/2-നും 1/3-ക്കും കൃത്യം മധ്യത്തിലായിട്ട് മിഡിലായിട്ട് ആ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1/2 + 1/3 കാണാം, സം കാണാം. അതിന്റെ ഹാഫ് എടുക്കുക.
1/2 പ്ലസ് 1/3 എങ്ങനെ കാണാൻ പഠിച്ചിട്ടുണ്ട്? ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്ലോസ് ആയിട്ട് ചെയ്യാം. 1 into 3 3 പ്ലസ് 1 into 2 2 ഡിവൈഡഡ് ബൈ 2 മൾട്ടിപ്ലൈഡ് വിത്ത് 3 അതായത് 6. ഇതിന്റെ ഹാഫ് എന്നാണ്, അതായത് 5/6ന്റെ ഹാഫ്. 5/6ന്റെ ഹാഫ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5/6നെ ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അതായത് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് വരും? 5/12. 5 അപ്പോൾ 12 എന്ന്. അതായത് ഇതിന്റെ കൃത്യം 5/12 വരും. മക്കളെ, ഈ 5/6ന്റെ ഹാഫ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ കുറച്ച് വലിയ ക്ലാസ്സിലെത്തിയ കുട്ടികളാണ്, 9th-ലെത്തിയ കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യണം. 5/6ന്റെ ഹാഫ് കാണാൻ പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഡബിൾ ആക്കിയാൽ മതി. 5/12. ക്ലിയർ? ഈ മെത്തേഡ് മനസ്സിലായല്ലോ അല്ലേ? 1/2 1/3യുടെയും ഹാഫ് മിഡിൽ ആയിട്ട് ഈ 5/12 കിട്ടും. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഇത് രണ്ടും ആഡ് ചെയ്ത് ഹാഫ് കണ്ടാൽ ഇവിടെയുള്ള നമ്പർ കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്ത് കണ്ടാൽ ഇതിന്റെ മിഡിലുള്ള നമ്പർ കിട്ടും. അങ്ങനെ എത്ര എണ്ണമാണോ ഇതിന്റെ ഇടയിൽ കാണാൻ പറഞ്ഞത് ആ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ്. നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ, ഒരു നമ്പർ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്ത് അതിന്റെ ഹാഫ് കണ്ടാൽ മതി. അതായത് 1/2ന്റെയും 1/3യുടെയും ആവറേജ് കണ്ടാൽ മതി. ക്ലിയർ? പിന്നെ ഞാൻ നെക്സ്റ്റ് സൂചിപ്പിച്ചത് പറഞ്ഞ പോയിന്റ്, നിങ്ങൾക്ക് ഏതൊരു നമ്പറിന്റെയും 1/2ന്റെ ഹാഫ് കാണാൻ പറഞ്ഞാൽ, ഹാഫ് ആണെങ്കിൽ നിങ്ങൾ മക്കളെ അങ്ങനെ ഡിവൈഡഡ് ബൈ 2 എന്നൊന്നും എഴുതി സമയം കളയല്ലേ. നമുക്ക് മാത്സിലൊക്കെ സമയത്തിന് വളരെ വാല്യൂ ഉണ്ട് അല്ലേ? ഹാഫ് കാണാൻ പറഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാം? ആ 2 കൊണ്ട് ഏതിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1/4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും 5/6ന്റെ ഹാഫ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 5/6 ഇട്ട് അതിനെ ഹാഫ് കാണാൻ പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് into 1/2 എന്നാണ്. ആ 2 ആണ് ഡിനോമിനേറ്ററിലേക്ക് വരുന്നത്. ക്ലിയർ? അതായത് 5/2 ആയി. 3/8 ഇതിന്റെ ഹാഫ്, 3/8ന്റെ ഹാഫ് അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഉടനെ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണ്ട. 3/16 എന്ന് എഴുതുക. ക്ലിയർ? ഹാഫ് കാണാൻ പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഡബിൾ ആക്കുക. ഹാഫ് കാണാൻ പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഡബിൾ ആക്കുക. എന്നാൽ അതിനെ മൾട്ടിപ്ലൈ വിത്ത് 2 എന്ന് പറഞ്ഞാലോ 3/8 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞതെങ്കിൽ ഏതാണ് ഡബിൾ ആവുക? ന്യൂമറേറ്റർ ആണ് ഡബിൾ ആവുക. എന്തിന് മാറ്റം വരില്ല? ഡിനോമിനേറ്ററിന് മാറ്റം വരില്ല. ക്ലിയർ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിനെ മാത്രം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിന് മാറ്റം വരുത്തല്ലേ, ഡിനോമിനേറ്റർ മാത്രം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 2 കൊണ്ട് 2 കൊണ്ട് എന്തിനെ? ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഡിനോമിനേറ്റർ ഡബിൾ ആക്കുക. ഓക്കെ, 2 പറയുന്നത് എക്സാമ്പിൾ നോക്കൂ. നമുക്ക് 1നും 2നും ഇടയ്ക്ക് ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ 4 ഫ്രാക്ഷൻസ്, 4 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. 1നും 2നും ബിറ്റ്വീൻ ആയിട്ട് 4 റാഷണൽ നമ്പേഴ്സ്. ഫൈൻഡ് 4 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2 എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിലുണ്ട്. അല്ലെങ്കിൽ വേറെ ഏത് നമ്പേഴ്സിന്റെ ഇടയ്ക്കും നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ നമ്പറിന്റെ ഡിനോമിനേറ്റർ എന്താണ്? 1/1ഉം ഇത് 2/1. ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? എങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്റർ സെയിമായി ഇതിന്റെ ഈക്വലന്റ് ഫ്രാക്ഷൻ ഒന്ന് കാണാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് 4 നമ്പേഴ്സ് ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ, 4 റാഷണൽ നമ്പേഴ്സ് ആണ് ഇതിന്റെ ഇടയിൽ കാണാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ 4 + 1 5, 4 + 1 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതെന്തായി മാറി? 5/5 ആയി. ഇതോ 2/1 എന്നുള്ളത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10/5 ആയി. ഓക്കെ, 3 മനസ്സിലായല്ലോ? 1നെയും 2നെയും അതിന്റെ ഡിനോമിനേറ്റർ 1 ആണ്,
ആ ഡിനോമിനേറ്റർ നമ്മൾ 1 എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് കിട്ടാൻ നമുക്ക് കണ്ടുപിടിക്കാൻ വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്റർ ഒന്ന് വലുതാക്കുക. ഡിനോമിനേറ്റർ എത്രയാക്കുന്നു? 4 റേഷണൽ നമ്പർ ആണെങ്കിൽ 5 ആക്കുക. 6 റേഷണൽ നമ്പർ ആണ് ചോദിച്ചെങ്കിൽ 6 + 1 7 ആക്കുക. ക്ലിയർ? അപ്പൊ അതായത് നമ്മൾ ഇപ്പോൾ നമുക്ക് കാണേണ്ടത് 5/5 ആണ് 1, ഇവിടെ 10/5 ആണ്. ഇതിന്റെ ഇടയിൽ 4 എണ്ണമാണ് കാണാൻ പറഞ്ഞത് അല്ലെ? 4 റേഷണൽ നമ്പേഴ്സ് ആണ് മക്കളെ. വളരെ സിമ്പിൾ അല്ലേ? 5/5 തൊട്ട് 10/5 വരെ ഓരോ ആഡ് ചെയ്ത് പോവാം. 5 മുന്നോട്ട് ആഡ് ചെയ്യുക. 6/5. അടുത്തത് എത്രയാണ്? 7/5. നെക്സ്റ്റ് 8/5. 9/10/5. ഇത് രണ്ടും തന്നതാണ്. ഇതാണ് നമ്മുടെ 1 എന്ന് പറയുന്ന നമ്പർ, ഇതാണ് 2 എന്ന് പറയുന്ന നമ്പർ. ഇതിന്റെ ഇടയിൽ 4 എണ്ണമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോ മെത്തേഡ് ഓർക്കുക. നമ്മളെ ഡിനോമിനേറ്റർ സെയിം ആക്കുക. സെയിം ആക്കി കഴിഞ്ഞിട്ടും ഇതിന്റെ ഇടയിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഡിനോമിനേറ്റർ ഒന്ന് വലിയ നമ്പർ ആക്കുക. ഏത് വലിയ നമ്പർ ആക്കുക? 4 റേഷണൽ നമ്പർ ആണെങ്കിൽ 4 + 1 5 ആക്കുക. അതുകൊണ്ട് 5 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈക്വലന്റ് ഫ്രാക്ഷൻ കിട്ടുകയുള്ളൂ അല്ലേ? ഈക്വലന്റ് ഫ്രാക്ഷൻ നമ്പർ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ 5/5 ആയി, 10/5 ആയി. ഇനി നമുക്ക് 5/5 ന്യൂമറേറ്റർ വ്യത്യാസമുണ്ട്. 5ഉം 10ഉം ആണ്. ഡിനോമിനേറ്റർ ആണെങ്കിൽ സെയിം ആണ്. എങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇടയിലുള്ള 4 എണ്ണം എഴുതാൻ സാധിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് എക്സസൈസ് 1.1ലേക്ക് കടക്കാം. നിങ്ങളുടെ കയ്യിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എങ്ങാനും ഇല്ലെങ്കിൽ, ഇപ്പോൾ വെക്കേഷനാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ? എടുത്ത് വയ്ക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് എൻ്റെ പേജ് ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് ആ എക്സസൈസിൻ്റെ. നിങ്ങൾ ബുക്കുള്ളവർ ഇത് നിവർത്തി വെച്ച് നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് പ്രോബ്ലം നമുക്കൊപ്പം ചെയ്യാൻ ശ്രമിക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Is 0 a rational number? Can you write it in the form P/Q where P and Q are integers? Q not equal to 0. 0 rational number ആണോ എന്നാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? റേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ സാധിക്കുന്നത്. നമുക്ക് ആ ചിത്രം വരച്ചത് ഓർമ്മയുണ്ടെങ്കിൽ ഉടനെ നമുക്ക് പറയാൻ പറ്റും. 0 റേഷണൽ നമ്പർ ആണോ? 0 എന്ന് പറയുന്നത് യെസ്, 0 is a rational number. ഇതാണ് ഫസ്റ്റ്. യെസ്, 0 is a rational number. സെക്കൻഡ്, എന്താണ് ഇതിന് നമുക്ക് റീസൺ പറയാൻ പറ്റുന്നത്? 0 എന്ന് പറയുന്നത് 0/1 അല്ലെങ്കിൽ 0/2, 0/10, 0/100 എത്ര ആയിക്കോട്ടെ. നമ്മൾ ഒരു എക്സാമ്പിൾ എഴുതാണ്. ഇതിന് ഏത് ഫോമാണ്? 0 എന്ന് പറയുന്നത് പിയും ഇത് ക്യൂവും ആണ് അല്ലേ? ക്യൂ എന്ന് പറയുന്നത് 1 ആണ് ഇവിടെ. അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുപോലെ പിയും ക്യൂവും നമുക്ക് ഇൻറ്റീജേഴ്സ് ആണ്. പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആണ്. ക്ലിയർ? 0 × 1 ആർ ഇൻറ്റീജേഴ്സ്. ഇതാണ് ഇതിന്റെ റീസൺ. ക്ലിയർ? അപ്പൊ നമ്മളിവിടെ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ റാഷണൽ നമ്പർ ആണോ? യെസ്. റീസൺ ചോദിച്ചാൽ എന്താണ്? 0 = 0/1 0. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ഫോം എഴുതാം. ന്യൂമറേറ്റർ 0 ആയിരിക്കണം കേട്ടോ. അത് നമ്മൾ P/Q ആയിട്ട് കമ്പയർ ചെയ്യുന്നു. Q എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ Q not equal to 0 എന്നാണ്. അതായത് ഇവിടെ 1 not equal to 0. ഇനി ഇവിടെ നമ്മൾ എടുത്ത പിയും ക്യൂ ആയിട്ടുള്ള 0ഉം 1ഉം ഇൻറ്റീജേഴ്സും ആണ്. ഇതാണ് റേഷണൽ നമ്പർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 6 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4 എന്നാണ്. ഓക്കെ, ഫൈൻഡ് 6 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4 എന്നതാണ് സെക്കൻഡ്. 6 റേഷണൽ നമ്പേഴ്സ് ആണ് അല്ലെ? 3ഉം 4ഉം ആണ്. മക്കളെ ആദ്യം നമ്മൾ 3ഉം 4ഉം എഴുതുന്നു. ഇതിന്റെ ഡിനോമിനേറ്റർ എഴുതുന്നു. 3/1 ആണ്, 4/1 ആണ്. ഇനി നമുക്ക് വേണ്ടത് n എന്ന് പറയുന്ന നമ്പർ ഓഫ് റേഷണൽ നമ്പേഴ്സ് എത്രയാണ്? 6 ആണ്. എങ്കിൽ നമ്മൾ അതിനോട് 1 കൂട്ടുന്നു, എന്നോട് 1 കൂട്ടുന്നു. അതായത് 6 + 1 7 ആണ് ഡിനോമിനേറ്റർ പറയുന്നത്. 7 ഡിനോമിനേറ്റർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർക്കുക, 3/1 എന്ന് പറയുന്നതിനെ നമ്മൾ 7 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയും 4/1 അതിനെ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് നമ്മുടെ 3 എന്ന് പറയുന്ന നമ്പർ എന്താണ്? 21/7. ഇവിടെ നമ്മളുടെ
28/7. ഇതിൻ്റെ ഇടയിൽ 6 എണ്ണം എഴുതാനാണ് ചോദ്യം. 1 2 3 4 5 6. സിമ്പിൾ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കൂ മക്കളെ. 21/7. നെക്സ്റ്റ് 22/7, 23/7, 24/7, 25/7, 26/7, 27/7. സിമ്പിൾ അല്ലേ? കാണാനില്ലേ? ബോർഡ് ക്ലിയർ അല്ലേ? നോക്കൂ, 21/7 ഇത് നമ്മൾക്ക് തന്ന രണ്ട് നമ്പർ അല്ലേ? തന്ന രണ്ട് നമ്പർ ഏതാണ്? 21/7 എന്നല്ല നമുക്ക് തന്നിരുന്നത്. അതിന് പകരം 21/7 എന്നതിന് പകരമാണ് 3 എന്ന് തന്നത്. ഇവിടെ നമ്മൾ 3 4 എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ ഇടയിൽ ഈ 6 എണ്ണം എടുത്തെഴുതുക. അവസാനം. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ട്രൈ ചെയ്യാം കേട്ടോ. എക്സസൈസ് 1.1 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. Find 5 rational numbers between 3/5 and 4/5 എന്നത്. മക്കളെ ഇവിടെ എന്താണ്? നമുക്ക് 3/5 ഒരു ഫ്രാക്ഷൻ ആണ്. 4/5 അല്ലേ? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ 3 and 4 പോലെയുള്ള ഡിനോമിനേറ്റർ 1 അല്ല, പകരം 5 ആണ്. നമുക്കിവിടെ എത്രയാണ് നമ്പർ ഓഫ് റേഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 5 ആണ്. നമ്പർ ഓഫ് റേഷണൽ നമ്പർ 5 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? n+1. ഇതിനോട് 1 കൂട്ടുക. 5 + 1 അതായത് 6. ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതെന്തായി? 3/5 മൾട്ടിപ്ലൈഡ് വിത്ത് 6. ഇവിടെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ നമ്പർ എന്തായി മാറി? 18/13. ഇവിടെയോ 24/13. ഇതിന്റെ ഇടയിലുള്ള നമ്പേഴ്സിനെ കണ്ടെത്തിക്കൂടെ? ഏതാണ്? പറയൂ. 19/30, 20/30, 21/30, 22/30, 23/30, പിന്നെ 24/30. ക്ലിയർ അല്ലേ? 18/30 നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താക്കാം? 3/5 അല്ലേ? 19/30, 20/30 അല്ലേ? 21/30, 22/30, 23/30. ലാസ്റ്റ് നമ്പർ എന്തായിരുന്നു? ലാസ്റ്റ് നമ്പർ 24/30 പകരമാണ് നമ്മൾ എന്ത് പറഞ്ഞത്? 24/30 പകരമാണ് 4/5. ഇത് രണ്ടുമാണ് നമുക്ക് തന്നത്. ബാക്കിയുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എവറി നാച്ചുറൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. എവറി നാച്ചുറൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. നാച്ചുറൽ നമ്പർ 1 2 3, ഹോൾ നമ്പർ 0 1 2 3. എവറി നാച്ചുറൽ നമ്പറും ഹോൾ നമ്പർ ആണോ എന്നാണ് ചോദ്യം. എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പർ ആണോ? അല്ലേ? എവറി നാച്ചുറൽ നമ്പർ ചെറിയ സെറ്റ് ആണ്. അതിന്റെ മുകളിലേക്ക് വരുമ്പോൾ യെസ് ആണ്. അതായത് എവറി നാച്ചുറൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. ക്ലിയർ? ഹോൾ നമ്പറിന്റെ സെറ്റിൽ ഉൾപ്പെട്ടതാണ് നാച്ചുറൽ നമ്പർ. ഗീവ് റീസൺസ്. നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 ഈസ് എ പാർട്ട് ഓഫ് ദ ഹോൾ നമ്പേഴ്സ്. അല്ലേ? നാച്ചുറൽ നമ്പർ 1 2 3 etc. ഈസ് എ പാർട്ട് ഓഫ് ദ കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് 0 1 2 3 etc. Next, second question. Every integer is a whole number. തിരിച്ചിങ്ങോട്ടാണ് പറഞ്ഞത്. ഇന്റീജർ, എവറി ഇന്റീജർ ഹോൾ നമ്പർ ആണോ? എവറി ഇന്റീജർ എന്ന് പറഞ്ഞാൽ 0 1 2 3യുടെ കൂടെ നെഗറ്റീവ് പാർട്ടും കൂടി, നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എവറി ഇന്റീജർ, -1 -2 ഒക്കെ ഇന്റീജർ ആണ്. അതൊരു ഹോൾ നമ്പർ ആണോ? അല്ല, ഫോൾസ് എന്നാണ് ആൻസർ. ക്ലിയർ? സെക്കൻഡ്, എവറി ഇന്റീജർ ഈസ് എ ഹോൾ നമ്പർ എന്ന് ചോദിച്ചാൽ ആൻസർ ഫോൾസ് ആണ്. കാരണം പറയേണ്ടത് നമ്മൾ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇന്റീജേഴ്സ് ഇൻക്ലൂഡ് നെഗറ്റീവ് നമ്പേഴ്സ്, ബട്ട് നെഗറ്റീവ് നമ്പേഴ്സ് നോട്ട് എ പാർട്ട് ഓഫ് ഹോൾ നമ്പേഴ്സ്. ക്ലിയർ? അപ്പോൾ ഹോൾ നമ്പർ അല്ല എന്നുള്ളതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, എവരി റേഷണൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. എവരി റേഷണൽ നമ്പർ ഹോൾ നമ്പർ ആണോ?
ഞാൻ പറഞ്ഞു ആ ചിത്രം നോക്കുക, നിങ്ങൾക്ക് ചിത്രം നിങ്ങളുടെ നോട്ട് ബുക്കിൽ വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്. തിരിച്ച് ഓപ്പോസിറ്റ് ഇതിലേക്കാണ് പറഞ്ഞത്. എവരി റാഷണൽ നമ്പർ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും ഹോൾ നമ്പർ ആണോ എന്നാണ് ചോദ്യം. അല്ലല്ലോ, P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന 1/2 ഒരു ഹോൾ നമ്പർ അല്ല, അല്ലേ? അപ്പോൾ ഫോൾസ് എന്നുള്ളതാണ്. കാരണം ഫ്രാക്ഷൻസ്, അതായത് ഫ്രാക്ഷൻസ് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എക്സാമ്പിൾ ആയിട്ട് 1, 2 കൊടുക്കുക. 1/2, 3/4, നെഗറ്റീവ് 4/5, ഇതൊന്നും ഹോൾ നമ്പർ അല്ല. അപ്പോൾ ഫോൾസ്. ക്ലിയർ? അപ്പോഴേ നമ്മൾ 1 ഫസ്റ്റ് ടോപ്പിക് ആണ് ഇതിൽ കഴിഞ്ഞത്. ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ മക്കളെ, നമ്മൾ ഇപ്പോഴേ ഇൻട്രൊഡക്ഷൻ പാർട്ട് വെച്ച് നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറഞ്ഞത്. നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോബ്ലംസ് ആണ് ലാസ്റ്റ്. 2 നമ്പേഴ്സിന്റെ ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യുക. നമ്മൾ എപ്പോഴും മാത്സിന്റെ സ്കില്ല് ഉണ്ടാവണമെങ്കിൽ നമ്മൾ സ്വന്തമായി ഒരു ഹാഫ് അവറെങ്കിലും, ഒരു അരമണിക്കൂറെങ്കിലും വീട്ടിൽ ഇരുന്ന് സ്വന്തമായി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. അതായത് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞതല്ലാത്ത മറ്റ് പ്രോബ്ലംസ് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതല്ലേ. എക്സാമ്പിൾ ഇന്നിപ്പോൾ ചെയ്തത് 1/2, 1/3 എന്നുള്ളതിന് പകരം ഏതെങ്കിലും 2 ഫ്രാക്ഷൻസ് എഴുതുക. അതിൻ്റെ ഇടയിലുള്ള നിങ്ങൾ തീരുമാനിക്കുക എത്ര എണ്ണം കണ്ടുപിടിക്കണം എന്നുള്ളത്. കണ്ടുപിടിച്ച അത്രയും ഫ്രാക്ഷൻസ് സ്വന്തമായി നിങ്ങൾ ഒരു 4, 5 പ്രോബ്ലംസ് എങ്കിലും സ്വന്തമായി ചെയ്തു. ക്ലിയർ? അപ്പം നിങ്ങൾക്ക് ഉറപ്പായും മാത്സിലെ വളരെ നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. പേടിയില്ലാതെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും സാധിക്കും. നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് ഫോളോ ചെയ്യുക. ഞാൻ ഓരോ ചെറിയ സെഷനായിട്ട് ക്ലാസ് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും സംശയമുള്ളത്, ഡൗട്ടുകൾ വരുന്നത് കമൻ്റായി ചോദിക്കുമല്ലോ. ഞാൻ തീർച്ചയായും ഇതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സുകൾ കാണുക. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.